ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് തയ്യാറായി. 410 മീറ്റർ ദൈർഘ്യത്തിൽ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പൂർത്തിയാക്കിയതോടെ ഇന്ത്യൻ റെയിൽവേയും ഐഐടി മദ്രാസും ഗതാഗത സാങ്കേതികവിദ്യയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ടെസ്റ്റ് ട്രാക്കിന്റെ വീഡിയോ പങ്കുവച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യാഴാഴ്ചയാണ് ഈ നേട്ടം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ ഇങ്ങനെ പറയുന്നു: ഭാരതത്തിന്റെ ആദ്യ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് 410 മീറ്റർ പൂർത്തിയായി. ടീം റെയിൽവേ, ഐഐടി മദ്രാസിന്റെ ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് ടീം, ഐഐടി മദ്രാസ് റിസർച്ച് പാർക്കിൽ തന്നെ നിലവിൽ പ്രവർത്തിക്കുന്ന ട്യൂട്ടർ എന്ന ഇൻകുബേറ്റഡ് സ്റ്റാർട്ടപ്പ് എന്നിവർ തമ്മിലുള്ള സംയുക്ത ശ്രമമാണ് വിജയകരമായ ഈ ഹൈപ്പർലൂപ്പ്. മണിക്കൂറിൽ 1000 കിലോമീറ്ററിലധികം വേഗതയിൽ നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന സുസ്ഥിര അതിവേഗ സംവിധാനമാണ് ഹൈപ്പർലൂപ്പ്. മാഗ്നറ്റിക് ലെവിറ്റേഷനും വാക്വം ട്യൂബുകളും ഉപയോഗിച്ച് ഈ ഹൈപ്പർലൂപ്പ് ഘർഷണം കുറയ്ക്കുകയും അൾട്രാഫാസ്റ്റ് സീറോ എമിഷൻ യാത്ര സാധ്യമാക്കുകയും ചെയ്യുന്നു. വെറും 30 മിനിറ്റിനുള്ളിൽ ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലെത്തുന്നത് സങ്കൽപ്പിക്കുക. താഴ്ന്ന മർദ്ദം അല്ലെങ്കിൽ വാക്വം ട്യൂബുകളിലൂടെ സഞ്ചരിക്കുന്ന പോഡുകളോ കാപ്സ്യൂളുകളോ ഉപയോഗിക്കുന്ന നിർദ്ദിഷ്ട അതിവേഗ ഗതാഗത സംവിധാനമാണ് ഹൈപ്പർലൂപ്പ്. കാന്തങ്ങൾ ഉപയോഗിച്ചുള്ള ഗൈഡൻസ് ട്രാക്ക് ആണ് ട്യൂബ്. ഈ നൂതനാശയം വായു പ്രതിരോധവും ഘർഷണവും ഗണ്യമായി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. ഇത് മണിക്കൂറിൽ 1100 കിലോമീറ്റർ വരെ വേഗത പ്രാപ്തമാക്കുന്നു. ബോയിംഗ് വിമാനത്തിന്റെ വേഗത മണിക്കൂറിൽ 850 കിലോമീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരമ്പരാഗത റെയിൽ അല്ലെങ്കിൽ വിമാനയാത്രയ്ക്ക് വേഗതയേറിയതും കൂടുതൽ ഊർജ്ജ കാര്യക്ഷമവും പരിസ്ഥിതി സൗഹൃദവുമായ ബദൽ വാഗ്ദാനം ചെയ്യുന്ന ഹൈപ്പർലൂപ്പ് യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഹൈപ്പർലൂപ്പിന്റെ പശ്ചാത്തലത്തിൽ താഴ്ന്ന മർദ്ദം അല്ലെങ്കിൽ വാക്വം ട്യൂബുകളിലൂടെ യാത്രക്കാരെയോ ചരക്കുകളെയോ കൊണ്ടുപോകുന്ന ചെറിയ സുതാര്യമായ കാപ്സ്യൂളുകളെ പോഡുകൾ എന്ന് സൂചിപ്പിക്കുന്നു. ട്യൂബിലും പോഡുകളിലും കാന്തങ്ങൾ ഉള്ളതിനാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ മാഗ്ലെവ് തത്വപ്രകാരം പോഡുകൾ എങ്ങും തൊടാതെ കുതിക്കും. വൈദ്യുതിക്കായി ബാറ്ററികൾ ആണ് ഉപയോഗിക്കുക. സോളാർ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും. ഹൈപ്പർലൂപ്പിന്റെ ചരിത്രം 1799 ആദ്യ ആശയം ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോർജ് മെഡ്ഹസ്റ്റ് ന്യൂമാറ്റിക് റെയിൽവേ എന്ന ആശയം മുന്നോട്ട് വച്ചു. പൈപ്പുകളിലൂടെ വായുമർദ്ദം ഉപയോഗിച്ച് വാഹനങ്ങളെ സഞ്ചരിപ്പിക്കാമെന്ന് നിർദ്ദേശിച്ചു. 19-ാം നൂറ്റാണ്ട് ന്യൂമാറ്റിക് റെയിൽവേ. 1840-ൽ ബ്രിട്ടനിലും അയർലൻഡിലും ദി അറ്റ്മോസ്ഫെറിക് റെയിൽവേ പ്രവർത്തിച്ചു. എന്നാൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം ഇത് ഉപേക്ഷിച്ചു. 1960കൾ വാക്വം ട്യൂബ് ഗതാഗതം. വാക്വം ട്യൂബ് ഉപയോഗിച്ച് വേഗതയേറിയ ഗതാഗത സംവിധാനങ്ങൾക്കായുള്ള ഗവേഷണം ആരംഭിച്ചു. 2013 ഇലോൺ മസ്കിന്റെ വൈറ്റ് പേപ്പർ. ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെ ഡയറക്ടർ ആയ ഇലോൺ മസ്ക് ആധുനിക ഹൈപ്പർലൂപ്പ് ആശയം അവതരിപ്പിച്ചു. ലോസ് ആഞ്ചലസിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വെറും 35 മിനിറ്റിൽ സഞ്ചരിക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇത് ലോകത്തെ മുഴുവൻ ഈ ആശയത്തിലേക്ക് ആകർഷിച്ചു. 2013 ശേഷം വിർജിൻ ഹൈപ്പർലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികൾ പ്രോട്ടോടൈപ്പുകൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നെവാഡയിലെ പരീക്ഷണ ട്രാക്കിൽ വിജയകരമായ പരീക്ഷണങ്ങൾ നടന്നു. 2020 യാത്രക്കാരുടെ പരീക്ഷണം. വിർജിൻ ഹൈപ്പർലൂപ്പ് ആദ്യ യാത്രക്കാരുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. 2024 ഡിസംബർ ഇന്ത്യ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വിജയകരമായി പൂർത്തിയാക്കി. ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണ വിജയം പോലെ നമ്മുടെ ഭാരതത്തിന് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്കിന്റെ നിർമ്മാണ വിജയവും.